നമസ്കാരം. യുദ്ധം ഇഷ്ടപ്പെടാത്ത ഒന്നും അറിയാത്ത സാധാരണ ജനങ്ങൾ, അത് ഇസ്രായേലിലെ ജനസംഖ്യയായ 97 ലക്ഷമായാലും ശരി, ഇറാനിലെ അതിനേക്കാൾ കൂടിയ 4 ഇരട്ടി ജനസംഖ്യയായാലും ഒരു വ്യത്യാസവുമില്ല. ഡൊണാൾഡ് ട്രംപിൻ്റെ ഇപ്പോഴത്തെ കലയപ്പിളക്കുന്ന ഉത്തരവ് ജനം ടെഹ്റാൻ കാര്യമാക്കിക്കൊള്ളണം എന്നതാണ്. ഇസ്രായേലിലെ വിരലുണ്ടാവുന്ന ജനസംഖ്യ പോലെയല്ല, ടെഹ്റാനിൽ മാത്രം 10 മില്യൺ ജനത വസിക്കുന്നുണ്ട്. യുഎസിൻ്റെ മുന്നറിയിപ്പിനെ തുടർന്ന് ഇസ്രായേൽ ടെഹ്റാൻ ലക്ഷ്യമാക്കി കാർപ്പറ്റ് ബോംബിങ്ങും മിസൈൽ വർഷവും വീണ്ടും തുടർന്നതോടെ ജനവും പലായനം തുടങ്ങിയിരിക്കുന്നു. ഇറാൻ സൈന്യവും തിരിച്ചടിക്കുന്നുണ്ടെങ്കിലും ടെഹ്റാനിൽ ഇസ്രായേൽ ഉള്ളതുപോലെ ബോംബ് ഷെൽട്ടറുകളില്ല എന്നത് ഞെട്ടിക്കുന്നൊരു വസ്തുതയാണ്. ജനം എന്തു ചെയ്യും? മെട്രോകളിലും പള്ളികളിലും പോയി അഭയം തേടാനാണ് ഇറാൻ ഭരണകൂടം ജനങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഭൂഗർഭ ബങ്കറല്ല, കരയ്ക്ക് മുകളിലെ ബഹുനില കെട്ടിടങ്ങളിലെ ബങ്കറുകൾ. ഇതോടെ ജനം മിസൈലുകളെ ഭയന്ന് ടെഹ്റാനിൽ നിന്നും എങ്ങോട്ടൊന്നില്ലാതെ പലായനം ചെയ്യുകയാണ്. യു സൈന്യമാകട്ടെ ഇറാൻ്റെ പരമോന്നത നേതാവായ അയത്തുള്ള ഖൊമേനിയെ ട്രാക്ക് ചെയ്ത് ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു ഉത്തരവിന് വേണ്ടി കാത്തിരിക്കുന്നു. തൽക്കാലം സുപ്രീം നേതാവിനെ ഒന്നും ചെയ്യുന്നില്ലെന്ന് പറഞ്ഞ് ട്രംപ് പശ്ചിമേഷ്യയെ മൊത്തത്തിൽ വിരട്ടുകയാണ്. ട്രംപ് കാനഡയിൽ നിന്നും തൻ്റെ ഉച്ചകോടി സന്ദർശനം വെട്ടിച്ചുരുക്കി വാഷിംഗ്ടണിലെത്തി നാഷണൽ സെക്യൂരിറ്റി യോഗം വിളിച്ചു ചേർത്തു. എന്ത് ചെയ്യണമെന്ന് തീരുമാനമെടുക്കുകയും ചെയ്തു. ഇറാനെ എങ്ങനെ നേരിടണമെന്ന് ട്രംപ് തീരുമാനിച്ചുറപ്പിച്ചു വെച്ചിട്ടുണ്ട്. സമയബന്ധിതം എന്ന് മാത്രം ട്രംപിൻ്റെ നിർദ്ദേശം ഏത് നിമിഷവും പെൻറ്റഗൺ എക്സിക്യൂട്ട് ചെയ്യും. തങ്ങളുടെ ക്ഷമ പരീക്ഷിക്കരുത്, US ഭടന്മാരെ ഉന്നമിടരുത്, നിരുപാധികം ടെഹ്റാൻ കീഴടങ്ങണം. ഇതൊക്കെയാണ് ഇറാനോട് ട്രംപ് മുഴക്കുന്ന ഭീഷണി. ഇസ്രായേൽ ഇരിക്കുമെന്ന് പറഞ്ഞാൽ കിടന്നു കാണിക്കുമെങ്കിൽ ട്രംപ് ആകട്ടെ ഇരിക്കുമെന്ന് പറഞ്ഞാൽ ഓടിക്കളയുന്ന സ്വഭാവമാണ്. അതുകൊണ്ട് തന്നെ USS ലിറ്റ്മസ് അടക്കം യുദ്ധപ്പടക്കപ്പലുകൾ, യുദ്ധവാഹിനി കപ്പലുകൾ, ആകാശമാർഗം KC-135 ആകാശ ഫ്യൂവലിംഗ് ടാങ്കർ വിമാനങ്ങളടക്കം ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മിഡിൽ ഈസ്റ്റിൽ വെച്ച് ഇസ്രായേലുമായി ചേർന്നിട്ടാണോ അതോ സ്വന്തം നിലയ്ക്കാണോ US ഇറാനെ നേടാൻ പോകുന്നതെന്ന് ഇനി കണ്ടറിയണം. എന്തായാലും USൻ്റെ B-2 സ്റ്റെൽത്ത് ബോംബർ വിമാനങ്ങൾ ഇസ്രായേൽ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഇറാൻ്റെ രഹസ്യപൂർവ്വ ന്യൂക്ലിയർ കേന്ദ്രമായ ഫോർദോ കേന്ദ്രം തകർക്കാൻ. ഭൂഗർഭ അറയിലുള്ള ഈ ന്യൂക്ലിയർ കേന്ദ്രം തുരന്നു ചെന്ന് തകർക്കാൻ പറ്റിയ മിസൈലുകളും USൻ്റെ ബോംബർ വിമാനങ്ങളിൽ മാത്രമേ ഉള്ളൂ. അപ്പോഴും ഡൊണാൾഡ് ട്രംപ് ഇറാനുമായുള്ള സന്ധി സംഭാഷണങ്ങളുടെ സമയം കഴിഞ്ഞുവെന്ന് ആവശ്യപ്പെടുന്നില്ല. തൻ്റെ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫിനെ ഇറാൻ പ്രതിനിധികളുമായി അന്തിമഘട്ട ചർച്ച ചെയ്യാൻ അയക്കാൻ താൻ തയ്യാറാണെന്ന് ട്രംപ് പറയുന്നുണ്ട്. ഒരു വശത്ത് കൂടി ട്രംപ് സന്ധി സംഭാഷണത്തിന് ശ്രമിക്കുകയാണെന്ന് വരുത്തി തീർക്കുന്നു, മറുവശത്ത് കൂടി ഇസ്രായേലിനെ കൊണ്ട് ഇറാനെ അടുപ്പിക്കുന്നു. മറ്റൊരു വശത്ത് കൂടി മിഡിൽ ഈസ്റ്റിലേക്ക് വിമാനങ്ങളടക്കം അയച്ച് പടക്കപ്പലുകളെ അയച്ച് അവിടെ ഒരു യുദ്ധഭീതി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. കാര്യമെന്തായാലും ഇറാൻ ഇനിയൊരിക്കലും ആണവായുധം ഉണ്ടാക്കാൻ പോയിട്ട് അതിൻ്റെ പേര് പോലും ഉച്ചരിക്കരുതെന്നാണ് ട്രംപിൻ്റെ കൽപ്പന. അതിനനുസരിച്ച് കഴിഞ്ഞ 6 ദിവസമായി ട്രംപിൻ്റെയും പെൻറ്റഗണിൻ്റെയും നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഇറാനിൽ കാർപ്പറ്റ് ബോംബിങ്ങും മിസൈൽ ആക്രമണവും തുടരുകയാണ് ഇസ്രായേൽ. ഇനി കാര്യങ്ങൾ ഇസ്രായേലി ജൂതസൈന്യത്തിൻ്റെ കയ്യിൽ നിന്നും അവരുടെ കയ്യിൽ നിന്നില്ലെങ്കിൽ അത് US സേന ഏറ്റെടുക്കുമെന്ന് ഉറപ്പായി. അതാണ് ഇപ്പോൾ ട്രംപിൻ്റെ ഭീഷണി വ്യക്തമാക്കുന്നത്. ട്രംപ് പറയുന്നത് അയത്തുള്ള ഖൊമേനി US ബോംബറുകളുടെ ലക്ഷ്യത്തിലാണുള്ളതെന്നും ക്ഷമ പരീക്ഷിക്കരുതെന്നും. അപ്പോഴും USനോ ഇസ്രായേലിനോ മറുപടി നൽകാൻ കഴിയാത്ത ഒരു ചോദ്യമുണ്ട്: ടെഹ്റാനിലെ 10 മില്യൺ വരുന്ന ജനത്തെ എങ്ങനെ എവിടേക്ക് ഒഴിപ്പിക്കുമെന്ന്. പക്ഷേ USനും ഇസ്രായേലിനും ഒരു ചോദ്യോത്തരമുണ്ട്: ടെഹ്റാൻ ഒഴിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയെന്ന്. രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് ഇറാൻ ഭരണകൂടത്തിന് അവകാശം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ അവരാഗ്രഹിക്കുന്നൊരു ഭരണകൂടത്തെ കൊണ്ട് പ്രതിഷ്ഠിക്കാം. USന് പശ്ചിമേഷ്യയിലെ മറ്റൊരു ആസ്ഥാനമാക്കാം ടെഹ്റാൻ. പക്ഷേ അതിന് ഖൊമേനി ഭരണകൂടം മൊത്തത്തിൽ താഴെയിറങ്ങണം, ഹൂത്തികളും അതിന് അനുവാദം നൽകണം. അപ്പോൾ ഇതാണ് ട്രംപിൻ്റെ ലക്ഷ്യം. ആ ലക്ഷ്യം പെൻറ്റഗൺ കൃത്യമായി എക്സിക്യൂട്ട് ചെയ്യാൻ തീരുമാനമെടുത്തു കഴിഞ്ഞു. ഡൊണാൾഡ് ട്രംപ് മൂളിക്കഴിഞ്ഞു.